RS ഫുട്ബോൾ ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യുഎഫ നാഷൻസ് ലീഗിനെ കുറിച്ചാണ്. നാഷണൽ ലീഗിൽ ക്വാർട്ടർ ഫൈനൽ എത്തി നിൽക്കുകയാണ്. ക്വാർട്ടർ ഫൈനലിൻ്റെ രണ്ടാം ലെഗ് മത്സരം ഇന്ന് രാത്രി 11:45 UAE സമയം, ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 1:15 മത്സരക്രമം നടക്കാൻ പോകുന്നത്. ഇതിലേക്ക് വരികയാണെങ്കിൽ പോർച്ചുഗൽ ഡെൻമാർക്കിനെയും, ഫ്രാൻസ് ക്രൊയേഷ്യയും, ജർമ്മനി ഇറ്റലിയെയും, സ്പെയിൻ നെതർലാൻഡിനെയുമാണ് നേരിടുന്നത്. പോർച്ചുഗൽ ഡെൻമാർക്ക് മത്സരത്തിൽ പോർച്ചുഗലിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത്. ഫ്രാൻസ് ക്രൊയേഷ്യ മത്സരത്തിൽ ഫ്രാൻസിന്റെ ഹോം ഗ്രൗണ്ടിലാണ്. ജർമ്മനി ഇറ്റലി, ജർമ്മനിയാണ് ഹോം ഗ്രൗണ്ടിൽ. സ്പെയിനും നെതർലാൻഡുമായിട്ടുള്ള മത്സരത്തിൽ സ്പെയിനിൽ വെച്ചിട്ടാണ് സ്പെയിനിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നത്. ഈ രണ്ടാം ലെഗാണ്. ഒന്നാം ലെഗ് മത്സരത്തിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒരു അടിപൊളി മത്സരങ്ങളായിരുന്നു കാണാൻ പറ്റിയത്. ഒന്നാം പാദ മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ഡെൻമാർക്ക് പോർച്ചുഗലിനെ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇറ്റലി ജർമ്മനി മത്സരത്തിൽ ജർമ്മനി 2-1 വിജയിച്ചു. അടുത്ത ഒരു സൂപ്പർ പോരാട്ടം എന്ന് പറയാൻ നെതർലാൻഡ്സ് സ്പെയിൻ ആയിരുന്നു. അവസാന നിമിഷത്തിൽ ഗോളിലൂടെ 2-2 സ്പെയിൻ സമനില നേടിയിരുന്നു. അതിനുശേഷം നടന്ന ക്രൊയേഷ്യ ഫ്രാൻസ് മത്സരത്തിൽ അത് അപ്രത്യക്ഷിതമായൊരു മത്സരമായിരുന്നു. ക്രൊയേഷ്യ 2 ഗോളിന് ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെഗിൽ നമുക്ക് ആരൊക്കെ ഇതിൽ മുന്നേറിയിട്ട് സെമി ഫൈനലിൽ എത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഡെൻമാർക്ക് പോർച്ചുഗൽ പറയാൻ പറ്റില്ല. ഡെൻമാർക്കിന് ചാൻസ് ഉണ്ട്, പോർച്ചുഗലിന് ചാൻസ് ഉണ്ട്. 1 ഗോൾ ലീഡ് മാത്രമേ ഉള്ളൂ. അതല്ല, ഡെൻമാർക്ക് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പോർച്ചുഗലിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്ലേയേഴ്സ്, ഒരുപാട് നല്ല അറിയപ്പെടുന്ന ബെർണോ ഫെർണാണ്ടസ്, ഫെർണാണ്ടോ സിൽവ, ക്രിസ്ത്യാനോ റൊണാൾഡോ പോലുള്ള ലോകോത്തര താരങ്ങൾ കളിക്കുന്ന ഒരു ടീമിൽ പക്ഷെ ഒരു ഒത്തിണക്കത്തോടുകൂടി കളിക്കാൻ പറ്റാത്തതാണ് അവരുടെ ഒരു പോരായ്മ. മത്സരം നടന്നത് ജർമ്മനി ഇറ്റലിയും തമ്മിലായിരുന്നു. 2-1 ഗോളുകൾക്ക് ഇറ്റലി പരാജയപ്പെട്ടു. ജർമ്മനി നല്ല രീതിയിൽ കളിച്ചു, അവർക്ക് വിജയം കിട്ടി. 1 ഗോളിന്റെ ലീഡ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ലെഗിൽ എന്തോ സംഭവിക്കാം. അതേപോലെ ഒരു തീപ്പാറിയ മത്സരമായ നെതർലാൻഡ് സ്പെയിൻ 2-2 സമനിലയാണ് നടന്നത്. പക്ഷെ നെതർലാൻഡ് നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. സ്പെയിനിന്റെ കളി എന്ന് പറഞ്ഞാൽ അവസാനവും തുടക്കം മാത്രം സ്പെയിൻ കളിച്ചുകൊണ്ടിരുന്നത്. അവസാന ഇഞ്ചുറി ടൈമിൽ അടിച്ച 1 ഗോളിൽ 2-2 സമനില പിരിയായിരുന്നു. അവസാനത്തെ മത്സരം ക്രൊയേഷ്യ ഫ്രാൻസ് തമ്മിലായിരുന്നു. ഫ്രാൻസിനെ നല്ലപോലെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ക്രൊയേഷ്യ 2 ഗോളിന്റെ ലീഡിലാണ് ഇപ്പോൾ കളി അവസാനിപ്പിച്ചിരിക്കുന്നത്. സെക്കൻഡ് ലെഗിൽ ഇനി എന്ത് വേണമെങ്കിൽ നടക്കാം. ഇതിപ്പോൾ പോർച്ചുഗലിന് വരാൻ ചാൻസ് ഉണ്ട്, ഡെൻമാർക്കിനും വരാം, അതേപോലെ ഫ്രാൻസ് ജർമ്മനി, അതിൽ ചെറിയ ചെറിയ മാർജിനുള്ളൂ. നെതർലാൻഡ് സ്പെയിൻ അത് ആവേശകരമായ മത്സരമായിരിക്കുന്നു തീർച്ചയായിട്ടും. അതിലൊന്നും പറയാനില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ 2-2 സമനില നിൽക്കുന്നത്. ഇനി ആർക്ക് വേണമെങ്കിൽ ലീഡ് ചെയ്യാം. ഇനി സെക്കൻഡ് ലെഗിൽ ആര് ലീഡ് ചെയ്യുന്നു? ആകെ പറയുന്ന ക്രൊയേഷ്യക്ക് 2 ഗോളിന്റെ ലീഡുണ്ട്. അവരിനി കൂടുതലും 1 ഗോൾ എങ്ങാനും അടിച്ചിട്ട് ബാക്കി ഡിഫൻസിലൂടെ പിടിച്ച് 3-1 3-2 അങ്ങനെ ഒരു മാർജിനിൽ ജയിക്കാൻ നോക്കും. ഫ്രാൻസിനെ എഴുത്തള്ളാൻ പറ്റില്ല. നമ്മൾ ലാസ്റ്റ് വേൾഡ് കപ്പ് ഫൈനലിൽ കണ്ടതാണ്. അർജന്റീനയോട് കൂടെ 2-0 തോറ്റ് വന്ന ആള് 2 ഗോൾ തിരിച്ചടിച്ചു. മൂന്നാമത്തെ ഗോൾ അടിച്ച് തിരിച്ച് 3 അടിച്ചു. പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് അവർ നിർഭാഗ്യത്തിൽ തോറ്റത്. അപ്പോൾ ഫ്രാൻസിനെ എഴുത്തള്ളാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രൊഡക്ഷനിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്പെയിനും ജർമ്മനിയും ഫൈനലിൽ വരണമെന്നാണ്. അല്ലെങ്കിൽ ക്രൊയേഷ്യ ജർമ്മനി. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് ടീം ഫൈനലിൽ വരും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പോർച്ചുഗലിനും ഫ്രാൻസിനും ജർമ്മനിക്കും സ്പെയിനിനും ഹോം ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത്. അവരുടെ സ്വന്തം ഹോം ഗ്രൗണ്ടിലാണ്. അപ്പോൾ ഹോം ഗ്രൗണ്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അത് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുന്നോ അതാണ് ഇനിയുള്ള ആ ഒരു മത്സരത്തിൽ അവർക്ക് വിജയിച്ച് അടുത്ത സെമി ഫൈനലിലോട്ട് കയറാനുള്ള ചാൻസ്. ഇപ്പോൾ പോർച്ചുഗലിനായിക്കോട്ടെ, ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ ഈ 4 ടീമുകൾക്കും അവരുടേതായ ഹോം ഗ്രൗണ്ടിൽ അത്രയും സപ്പോർട്ടും കാര്യങ്ങളും കിട്ടും. അപ്പോൾ അതിലൂടെ ഒരു 5% അല്ലെങ്കിൽ ഒരു 10% ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് അവർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അറിയാം, എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി നമുക്ക് ഇതിൻ്റെ വിജയികൾ അറിയാം. സെമി ഫൈനലിൽ ആരൊക്കെയായിരുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. കുറിച്ചുള്ള അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.